കൂട്ടുകാരി. ഇന്ന് കൂട്ടുകാരിയിൽ ബാസ്കറ്റ്ബോൾ താരമായ അനീഷ ക്ലീറ്റസിന്റെ വിശേഷങ്ങൾ കേൾക്കാം. അനീഷ ക്ലീറ്റസ് 2024 സിംഗപ്പൂരിൽ നടന്ന ഫിബ ഏഷ്യ കപ്പിൽ 3x3 ബാസ്കറ്റ്ബോൾ സീനിയർ ഇന്ത്യ വനിതാ ടീമിനെ നയിച്ചു. 2023 ദേശീയ ഗെയിംസിൽ കേരള ടീമിനെ പ്രതിനിധീകരിച്ച് സ്വർണം നേടുകയും ചെയ്തു. സീനിയർ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിലെ മികച്ച കളിക്കാരനുള്ള സ്വർണ്ണ മെഡൽ 2023 2024 നേടി. 2024 സംസ്ഥാന സീനിയർ ചാമ്പ്യൻഷിപ്പിലെ വനിതാ വിഭാഗത്തിലെ ഏറ്റവും വിലപ്പെട്ട കളിക്കാരി. 16 തവണ കേരള ടീമിനെ പ്രതിനിധീകരിച്ച് വിവിധ സീനിയർ ജൂനിയർ ദേശീയ ചാമ്പ്യൻഷിപ്പുകളിൽ കേരള വനിതാ ടീമിനായി സ്വർണം, വെള്ളി, വെങ്കലം മെഡലുകൾ നേടി. അനീഷ ക്ലീറ്റസുമായി സംസാരിക്കുന്നത് ഐശ്വര്യ. കൂട്ടുകാരിയിൽ നമ്മൾ ഫുട്ബോൾ, ക്രിക്കറ്റ്, ഹോക്കി കായിക താരങ്ങളെയൊക്കെ പരിചയപ്പെട്ടിട്ടുണ്ട്. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ദേശീയ അന്തർദേശീയ മത്സരങ്ങളിൽ നമ്മുടെ രാജ്യത്തെയും സംസ്ഥാനത്തെയും ഒക്കെ പ്രതിനിധീകരിച്ച് മത്സരിച്ചിട്ടുള്ള അനീഷ ക്ലീറ്റസ് ആണ്. അനീഷ ക്ലീറ്റസിന്റെ വിശേഷങ്ങൾ അറിയാം ഇന്ന് കൂട്ടുകാരിയിൽ. എല്ലാവർക്കും സ്വാഗതം. കോട്ടയത്ത് തന്നെയാണോ ജനിച്ചു വളർന്നതൊക്കെ? അതെ, അവിടെ. ഏത് പ്രായത്തിലാണ് ഈ ബാസ്കറ്റ്ബോളിനോടൊരു ഇഷ്ടം തോന്നുന്നതും ബാസ്കറ്റ്ബോൾ ആദ്യമായിട്ട് കളിക്കാൻ തുടങ്ങുന്നതൊക്കെ? ബാസ്കറ്റ്ബോളിനോടൊരു ഇഷ്ടം തോന്നിയതെന്ന് പറയാൻ പറ്റത്തില്ല. ഞാൻ പഠിച്ച സ്കൂളിൽ 5th തൊട്ട് ബാസ്കറ്റ്ബോൾ ഉണ്ട്. അപ്പോൾ എൻ്റെ സിസ്റ്റർ ഒരു 5th ആയപ്പം അവൾ ബാസ്കറ്റ്ബോളിലേക്ക് കളിക്കാനൊക്കെ തുടങ്ങി. അപ്പോൾ വീട് ദൂരെയാണ് സ്കൂളിൽ നിന്ന് 2 ബസ് യാത്ര ചെയ്ത് വരണം. ചെറുതായതുകൊണ്ട് ഒറ്റയ്ക്ക് വിടാൻ പാരൻസിന് ഒരു ബുദ്ധിമുട്ടായതുകൊണ്ട് ചേച്ചിയുടെ പ്രാക്ടീസ് കഴിഞ്ഞ് വന്നാൽ മതി എന്നുള്ള ഒരുമിച്ച് വന്നാൽ മതി എന്നുള്ള രീതിയാണ് വെയിറ്റ് ചെയ്തിരുന്നത്. അങ്ങനെ 2 വർഷം ചേച്ചി പ്രാക്ടീസ് ചെയ്യുമ്പോൾ സൈഡിൽ ഇരിക്കും ഞാൻ. അങ്ങനെ കളി കണ്ട് ചേച്ചിയുടെ കോച്ചായ സാറ് എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, അത്യാവശ്യം ഹൈറ്റ് ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ ബാസ്കറ്റ്ബോൾ ഒന്ന് ട്രൈ ചെയ്തോടെ എന്ന് ചോദിച്ച് ബാസ്കറ്റ്ബോളിലേക്ക് വിളിച്ചു. അപ്പം ഞാൻ ചെന്നില്ല. ഞാൻ പറഞ്ഞു എനിക്ക് താല്പര്യമില്ല, എനിക്ക് ചിത്രം വരെയും ഡാൻസ് അങ്ങനത്തെ താല്പര്യങ്ങളുണ്ട്, അപ്പോൾ അതൊക്കെ മതിയെന്ന രീതിയിൽ ഇരിക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് എന്നെ TC കൊടുത്ത് വിടുമെന്ന് പറഞ്ഞ് പേടിപ്പിച്ച് ഭീഷണിപ്പെടുത്തി പറയാം. അങ്ങനെ ഞാൻ പേടിച്ച് 2009 വന്ന് ബാസ്കറ്റ്ബോളിൽ ജോയിൻ ചെയ്തതാണ്, 4 പഠിക്കുമ്പോൾ. അങ്ങനെ അവിടെ നിന്ന് പിന്നെ കണ്ടിന്യൂ ചെയ്ത് ഇവിടം വരെ എത്തി നിൽക്കുന്നു. ഈ എപ്പോഴും ബാസ്കറ്റ്ബോൾ കളിക്കുന്നവരെ കാണുമ്പോഴും നമുക്ക് തോന്നാറുണ്ട് ഒരുപാട് ഉയരമുള്ളവരായിരിക്കും മിക്കവാറും കളിക്കുന്നത്. ഇപ്പൊ നേരത്തെ പറയുകയും ചെയ്തു ഉയരം ഉണ്ടല്ലോ കളിക്കാമല്ലോ. ഉയരമുള്ളത് ഇതിനെ എങ്ങനെയാണ് സഹായിക്കുന്നത്? ഒരു പ്രൊഫഷണൽ ലെവലിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞ് കഴിയുമ്പം ഹൈറ്റ് ഉള്ളത് ഒരു മീഡിയം ലെവലിൽ ഹൈറ്റ് ഉള്ളത് വളരെയധികം ഉപകാരമാണ്. കാരണം നമ്മൾ കളിക്കുന്ന സമയത്താണ് നമുക്കൊരു പ്രഷർ സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പം അത് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാം. എന്നും പറഞ്ഞ് പൊക്കക്കുറവുള്ളവർ കളിക്കുന്നില്ല എന്നല്ല, അവർക്ക് അവരുടേതായിട്ടുള്ള പ്ലസ് പോയിന്റ്സ് ഉണ്ടാവും. അപ്പോൾ അവരതിൽ എക്സൽ ചെയ്യുവാണെങ്കിൽ അവർക്കും കളിക്കാം. പക്ഷെ നിങ്ങൾക്ക് ഉയരം ഒരു പ്ലസ് പോയിന്റ് ആണ് ഇവിടെ. പിന്നെ ഉയരം ഉള്ളവർ കൂടുതൽ കളിക്കുന്നത് ബാസ്കറ്റിന്റെ അടുത്ത് തന്നെയുള്ള പൊസിഷനായിരിക്കും കളിക്കുന്നത്. വിദേശ ലീഗുകളിൽ കളിക്കാൻ താല്പര്യം അങ്ങനെയൊക്കെ നമ്മൾ പ്രൊഫഷണലായിട്ട് ചിന്തിക്കുമ്പോൾ നമുക്ക് ഈ ഉയരം വളരെയധികം ഹെൽപ്ഫുൾ ആണ്. കാരണം അവർ സെലക്ട് ചെയ്യുമ്പോഴൊക്കെ ഉയരം ഒരു മാനദണ്ഡമായിട്ട് വെക്കുന്നുണ്ട്. അപ്പൊ അനീഷയുടെ ഉയരം എത്രയാണ്? എൻ്റെ 187 ആണ്. ആദ്യം ഇത്രയൊന്നും ഹൈറ്റ് ഇല്ലായിരുന്നു. 11th ഒക്കെ ആയപ്പോഴാണ് വളരെയധികം പെട്ടെന്ന് ഹൈറ്റ് വെച്ചു. പെട്ടെന്ന് ഇത്ര ഹൈറ്റ് ആയപ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം ഫ്രണ്ട്സ് ഒക്കെ ഇങ്ങനെ പറയും നിന്റെ അടുത്ത് നിൽക്കാൻ ഭയങ്കര നാണക്കേടാന്ന്. എൻ്റെ ബാസ്കറ്റ്ബോൾ ലൈഫിൽ എനിക്കത് വളരെയധികം ഉപകാരമേ ചെയ്തിട്ടുള്ളൂ. സങ്കടമായിട്ട് തോന്നുന്നത് നമുക്ക് ഡ്രസ്സ് അല്ലെങ്കിൽ ചെരുപ്പ് അങ്ങനെയുള്ള സംഭവങ്ങൾ കിട്ടത്തില്ല. പിന്നെ ബസ്സിൽ കയറി തല ഇടിക്കും, സീറ്റിലിരുന്ന കാൽമുട്ടിടിക്കും, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഉയരത്തിൻ്റെതായ പ്ലസും ഉണ്ട്, മൈനസ് ഉണ്ട്. എനിക്ക് 4ാം ക്ലാസ് തൊട്ട് കളിക്കാൻ പോവാണ് എന്ന് പറഞ്ഞു. അപ്പൊ വീട്ടിലെന്താണ് പറയുന്നത്? വീട്ടുകാരുടെ ഒരു പിന്തുണ എങ്ങനെയായിരുന്നു? വീട്ടിൽ 2 പേരും ഭയങ്കര താല്പര്യമാണ്. ഫാദറിന് കളിക്കുമായിരുന്നോ? ഇല്ല, ഫാദറിന് ഹൈറ്റ് ഉണ്ടെങ്കിലും ഫാദറിന് ഇതുപോലെ സ്പോർട്സ് ആരും ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കാൻ അല്ലെങ്കിൽ അങ്ങനെ പോയിക്കാൻ നമ്മൾക്കൊരു ജോലി അങ്ങനെയുള്ളതൊന്നും ഫാദറിന് വലിയ ആരും അങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനോ അങ്ങനെ ഒരു മെന്ററായിട്ടോ ഒന്നും ഇല്ലായിരുന്നു. അമ്മ പിന്നെ തൃശ്ശൂർ ഒരു ഗ്രാമത്തിൽ നിന്നാണ് വരുന്നത്. പക്ഷേ അമ്മയും വളരെയധികം സപ്പോർട്ടായിരുന്നു. സിസ്റ്റർ പിന്നീട് കളി കണ്ടിന്യൂ ചെയ്തില്ല, പക്ഷെ എന്നാലും എന്നെ വളരെയധികം സപ്പോർട്ട് ചെയ്യും. ഡിഗ്രി ആയപ്പോഴാണോ കോട്ടയത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് വരുന്നത്? അതെ. ഇവിടെ ഇലക്ട്രിസിറ്റി ബോർഡിലത്തെ ട്രയൽസ് നടക്കുവാണെന്ന് പറഞ്ഞ് നോട്ടിഫിക്കേഷൻ വന്നു. അപ്പം ഞാൻ ട്രയൽസിന് ഇറങ്ങി. അതിനുശേഷം ഉള്ള ഇൻ്റർവ്യൂ അതെല്ലാം പങ്കെടുത്ത് KCB ഒരു ലിസ്റ്റ് ഇറക്കും. ആ ലിസ്റ്റിൽ നമ്മൾ ടോപ്പ് 1 കിടക്കുന്നുണ്ടെങ്കിൽ നമുക്കിവിടെ അപ്പോയിൻമെന്റ് ആവും. 2018 തൊട്ട് ഞങ്ങൾ ട്രിവാൻഡ്രത്ത് കളിക്കുകയാണ്. KCBയിൽ ജോലി ചെയ്ത് കളിക്കുകയാണ്. അതെ. KCBക്ക് വേണ്ടിയിട്ട് കളിക്കുകയാണോ? KCBക്ക് വേണ്ടി ബാസ്കറ്റ്ബോൾ ടീമുണ്ട്, അവിടെ കളിക്കും. ഞങ്ങൾ കേരള ടീം, പിന്നെ ഇന്ത്യ. നമ്മുടെ പെർഫോമൻസ് അനുസരിച്ച് നമുക്ക് സെലക്ഷൻ കിട്ടുന്നതനുസരിച്ച് പോകും. സംസ്ഥാന ടീമിന് വേണ്ടിയിട്ട് കളിക്കുന്നത് ഏതായിരുന്നു? ഞാൻ 7th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ സബ് ജൂനിയർ മിനി നാഷണൽസ് എന്ന് പറയും, ഗോവ വെച്ചായിരുന്നു.
ആദ്യമായിട്ട് കേരളത്തിനെ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. പിന്നെ കേരളത്തിന് പുറത്ത് ഫസ്റ്റ് ടൈം ട്രാവൽ ചെയ്യുന്നത്, പിന്നെ പേരൻസ് കൂടെ ഇല്ലാതെ നിന്ന 2 മാസം 1.5 മാസത്തോളം അടുത്തൊരു ക്യാമ്പ് ഉണ്ടായിരുന്നു. ആ ക്യാമ്പിൽ എന്നും രാവിലെയും രാത്രിയും അമ്മേനെ വിളിച്ചിരുന്ന കരയും. അപ്പം എൻ്റെ അമ്മ അവസാനമായപ്പം ഇങ്ങനെ എൻ്റെ അടുത്ത് ചോദിച്ചു, നീ അവിടെ കരയാൻ പോയതാണോ കളിക്കാൻ പോയതാണോ എന്ന്. അപ്പം എനിക്ക് മനസ്സിലായി, ഞാനിവിടെ കരഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല, ഞാൻ ഇവിടെ കളിക്കാൻ വന്നതാണ്, അതുകൊണ്ട് കളിക്കുക, സെലക്ഷൻ വാങ്ങുക. അവിടെ നിന്നാണ് പിന്നെ തുടങ്ങിയത്. ഗോവയിൽ ചെന്ന് ഞങ്ങൾ കേരളം അന്ന് കളിച്ചെങ്കിലും വലിയ പെർഫോമൻസ് ഒന്നും ഇല്ലായിരുന്നു. നമ്മൾ ദയനീയമായ കുറേ തോൽവികളൊക്കെ ഏറ്റുവാങ്ങി തിരിച്ചു പോകുന്നു. പക്ഷെ അവിടെ നിന്ന് കുറേ ആ തോൽവികളിൽ നിന്ന് കുറേ പഠിക്കാൻ കിട്ടിയായിരുന്നു. KCBയിൽ ജോലിക്ക് ചേർന്ന ശേഷവും ഒരുപാട് കളിച്ചിട്ടുണ്ടാവും. അപ്പൊ നമ്മുടെ സംസ്ഥാനത്തിന് വേണ്ടിയിട്ട് കളിച്ച് അങ്ങനത്തെ കളികളിൽ ഓർമ്മയുള്ളത് എന്താണ്? ചിലപ്പോൾ നല്ല ഷോട്ടുകളൊക്കെ ആയിരിക്കും നമ്മുടെ മൈൻഡിൽ കിടക്കുന്നത്. ചിലപ്പോൾ നമ്മൾ എറിഞ്ഞ ഷോട്ടല്ലായിരിക്കും, നമ്മൾ കൊടുത്ത പാസിനാൽ വേറെ ആരെങ്കിലും ഷോട്ട് ചെയ്ത് അങ്ങനെയൊക്കെ ആയിരിക്കും നമുക്ക് ഒരു മെമ്മറി ഉണ്ടാകുന്നത്. ഏറ്റവും ഒരു പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റുന്ന 2023 നാഷണൽ ഗെയിംസ് ഗോൾഡ് മെഡൽ വന്നാണ് കേരളം. അപ്പോൾ ഞങ്ങൾ 2-3 പ്ലെയേഴ്സ്, ഇന്ത്യൻ പ്ലെയേഴ്സ്, ഞങ്ങളൊരു റെഗുലർ ലൈനപ്പ് ഉണ്ടായിരുന്ന 2-3 സീനിയർ ചേച്ചിമാർ മാറി ഞങ്ങൾ ഈ ടീം പോവുകയാണ്. അപ്പോൾ കുറച്ച് കോളേജ് പിള്ളേരുണ്ട്. അങ്ങനെ പുതിയൊരു കോച്ചിനെ എന്ത് ചെയ്തു, ഗോവയിലായിരുന്നു കളി. നമ്മൾ സെമി ഫൈനൽ വരെയൊക്കെ 1 സൈഡ് മാച്ച് പോലെയായിരുന്നു, ഈസി ആയിട്ടൊക്കെ നമ്മൾ ചെന്നു. ഫൈനൽസ് എത്തിയത് കർണാടകയായിട്ടായിരുന്നു. കർണാടകയായിട്ട് വളരെ ടൈറ്റ് മാച്ചായിരുന്നു. അവസാന ഒരു സെക്കൻഡിൽ നമുക്കൊരു ഷോട്ട് കിട്ടി, നമ്മൾ 3 പോയിന്റാണ് കളി ജയിക്കുന്നത്. അത് വല്ലാത്തൊരു സന്തോഷവും കണ്ണീരും എല്ലാം കൂടെ വന്നിട്ടുള്ളൊരു മൊമെന്റ് ആയിരുന്നു. അപ്പൊ അത് വളരെ മനോഹരമായിട്ട് അന്ന് അവിടെ വന്നിരുന്ന ഒരാൾ വീഡിയോ എടുത്ത് ഞങ്ങൾക്ക് അത് ഇൻസ്റ്റാഗ്രാം വഴി അയച്ചു തന്നു. ഇടയ്ക്കിടയ്ക്ക് കാണുമ്പോൾ നമുക്ക് ആ മൊമെന്റ് നമ്മൾ വീണ്ടും ജീവിക്കുന്ന ഒരു ഇതുണ്ട്. ഇലക്ട്രിസിറ്റി ബോർഡിന് വേണ്ടി കളിക്കുമ്പോൾ ഞങ്ങൾ ആലുവയിൽ ഒരു ടൂർണമെന്റ് കളിച്ചത് ഈസ്റ്റേൺ റെയിൽവേ ആയിട്ട്. ഞങ്ങൾ ഒരാഴ്ച മുന്നേ പഞ്ചാബിൽ പോയി അവർ 60 പോയിന്റ് അടിച്ചു. തോൽപ്പിച്ച ശേഷം ഒരാഴ്ച സ്വന്തം നാട്ടിൽ വന്നിട്ട് ഞങ്ങളുടെ മോശം പെർഫോമൻസ് കാരണം ഞങ്ങൾ 30 പോയിന്റ് പിന്നിക്കിടക്കുക. ഞങ്ങൾ 4ാമത്തെ ക്വാർട്ടറിൽ 2 മിനിറ്റ് അവസാനിക്കുമ്പോഴാണ് ഞങ്ങൾ ഈ 30 പോയിന്റ് ഞങ്ങൾ പിടിച്ചു കയറി വരുന്നത്. നമുക്ക് സന്തോഷം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു സീനിയർ പ്ലെയർ തന്നെ മെറ്റേണിറ്റി ലീവ് ഒക്കെ കഴിഞ്ഞ് തിരിച്ച് കോർട്ടിലേക്ക് വന്നതേ ഉള്ളൂ. ഈ സബ്സ്റ്റിറ്റ്യൂട്ട് വന്ന് ചേച്ചി വന്ന് എറിഞ്ഞ ഒരു 3 പോയിന്റിലാണ് ഞങ്ങൾ ആ കളി ജയിക്കുന്നത്. നമ്മുടെ നാട്ടിൽ അത്ര ആൾക്കാരുടെ മുന്നിലൊരു തോറ്റു എന്ന് അവിടെ എല്ലാവരും പറഞ്ഞു വിട്ട ഒരു കളിയിൽ ഞങ്ങൾ 2 മിനിറ്റ് കൊണ്ട് തിരിച്ച് പിടിച്ചുകൊണ്ട് വന്ന് വളരെയധികം സന്തോഷമുള്ളൊരു മൊമെൻ്റാണ്. ഒരുപാട് കളിക്കുന്നു, പുറത്തു പോകുന്നു, പുതിയ ആൾക്കാരെ കാണുന്നു. ഈ ഒരു പ്രോസസ്സിൽ നമ്മൾ തന്നെ ഒരു മാറ്റം ഉണ്ടാവുന്നുണ്ടാവും, നമ്മുടെ വ്യക്തിത്വം മാറുന്നുണ്ടാവും, നമുക്ക് ആത്മവിശ്വാസം കൂടുന്നുണ്ടാവും. അനീഷയ്ക്ക് അത് കാണാൻ പറ്റുമോ? അനീഷ എങ്ങനെ മാറി എന്നുള്ളത്? ലാംഗ്വേജിലൊക്കെ എനിക്ക് നല്ല വ്യത്യാസം വന്നിട്ടുണ്ട്. മുന്നെന്നൊക്കെ പറഞ്ഞാൽ ഈ 7th കളിക്കാൻ പോകുമ്പോൾ കൂടെയുള്ള പ്ലെയേഴ്സിൻ്റെ അടുത്ത് തന്നെ മിണ്ടാൻ എനിക്കൊരു ഷൈനസ് ഉണ്ടായിരുന്നു. സംസാരിക്കും, പക്ഷെ ഒരു കംഫർട്ട് ലെവൽ കിട്ടണം. ലാംഗ്വേജ് ഞാൻ പഠിച്ചു, ഹിന്ദി കുറച്ച്. ഇംഗ്ലീഷ് ആണല്ലോ അറിയാമെങ്കിലും മിണ്ടത്തില്ലായിരുന്നു, സൈലൻ്റ് ആയിട്ട് നിൽക്കുമായിരുന്നു. അതിൽ നിന്ന് കുറേയൊക്കെ മാറ്റം വന്നു. കളിയിലൊക്കെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി എടുത്ത് സംസാരിച്ച് അതിനെ ഒന്ന് കളിക്കാനും അതൊക്കെ കുറേ മാറ്റങ്ങൾ വന്നു. ധൈര്യമായിട്ട് യാത്രകൾ ചെയ്യാൻ, ഒറ്റയ്ക്കൊക്കെ നമ്മൾ ക്യാമ്പിലൊക്കെ പോകേണ്ട സിറ്റുവേഷൻസ് അല്ലെങ്കിൽ യാത്ര ചെയ്യുമ്പോൾ വരെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന പലതരത്തിലുണ്ടല്ലോ സ്ത്രീകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ. അതൊക്കെ വരുമ്പോഴും ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ അത് പഠിച്ചു. അങ്ങനെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്? എനിക്ക് ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട്, 2-3 പ്രാവശ്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്താണ് ആ സമയത്ത് ചെയ്യാറ്? നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന സ്ത്രീകളായിട്ടുള്ള ശ്രോതാക്കളായതുകൊണ്ട് തന്നെ അവർക്കത് അറിയാനും താല്പര്യം ഉണ്ടാവും. പ്രതികരിക്കുക, നമ്മൾ മിണ്ടാതിരിക്കരുത്, പ്രതികരിക്കുക. ഞാൻ ബസ്സിൽ വന്നപ്പോഴാണ് ഇതുപോലെ ഒരു ഉപദ്രവം പോലെ ഉണ്ടായത്. ഞാൻ പറഞ്ഞു, ഇത് പോലീസിൽ കേസാവും, മര്യാദയ്ക്ക് ഇരുന്നില്ലെങ്കിൽ തോണ്ടി ഉപദ്രവിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ അതിനകത്ത് പെട്ടെന്ന് തന്നെ പ്രതികരിച്ചു. ചില ആൾക്കാർ പെട്ടെന്ന് പാനിക് ആവാറുണ്ട്, അവർക്ക് തിരിച്ച് പെട്ടെന്ന് ഷൗട്ട് ചെയ്യാനോ അല്ലെങ്കിൽ അവർ അറ്റ്ലീസ്റ്റ് അടുത്തിരിക്കുന്ന ആളോടെങ്കിലും പറയുക. 2 ഫോമാറ്റുകൾ കളിക്കാറുണ്ടല്ലോ, 5x5 കളിക്കാറുണ്ട്, 3x3 കളിക്കാറുണ്ട്. അതായത് 5x5 എന്ന് പറയുമ്പോൾ ഫുൾ കോർട്ടിൽ 10 പേര് കളിക്കുന്നത് അല്ലെ, 3x3 എന്ന് പറയുമ്പോൾ ഹാഫ് കോർട്ടിൽ 6 പേരായിരിക്കും ഒരു ടീമിൽ. കളിയിൽ എങ്ങനെയാണ് അത് വ്യത്യാസമായിട്ട് തോന്നിയിട്ടുള്ളത്? ആദ്യ കാലഘട്ടങ്ങളിൽ ഭയങ്കര വ്യത്യാസമായിരുന്നു. പക്ഷെ ഇപ്പൊ രണ്ടും കളിക്കുന്നത് കൊണ്ട് വലിയ വ്യത്യാസം. പക്ഷെ രണ്ടും 2 രീതിയാണ്. അത് ഇന്ത്യയിൽ ഇപ്പോൾ കുറച്ചും കൂടെ മനസ്സിലാക്കിയ ആൾക്കാർ എടുക്കുന്നുണ്ട്. വിദേശ രാജ്യങ്ങളിൽ 3x3 കളിക്കുന്നത് വേറെ പ്ലെയേഴ്സ് ആയിരിക്കും, 5-on-5 കളിക്കുന്നത് വേറെ പ്ലെയേഴ്സ് ആയിരിക്കും. എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. 3-on-3 ഹാഫ് കോർട്ട് ഉള്ളൂ എന്ന് വിചാരിച്ചാലും 5-on-5 2 മാച്ച് കളിക്കുന്ന ഒരു എഫക്റ്റ് ഉണ്ടാവും നമുക്ക് 3-on-3 കളിക്കുന്ന ഒരു മാച്ചിൻ്റെ. വെരി ക്വിക്കായിരിക്കും, കുറച്ചും കൂടെ റഫ് ആൻഡ് ടഫ് ആയിരിക്കും, അത്യാവശ്യം ഇടി എല്ലാം കിട്ടിയായിരിക്കും നമ്മൾ കളിക്കുന്നത്. അതിൻ്റെ കുറച്ച് റൂൾസിന് വ്യത്യാസമുണ്ട്. സ്കോറിങ്ങിൻ്റെയും കോച്ചില്ല, മാനേജറില്ല, ഒന്നുമില്ല. നമ്മൾ 4 പേരും അപ്പം തീരുമാനിച്ച് അപ്പം കളിക്കുന്ന വർക്കൗട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നതാണെങ്കിലും ആ കോർഡിനേഷനൊക്കെ അവിടെയാണ്.
5-on-5 എന്ന് പറഞ്ഞാൽ പക്ഷെ കോച്ച് ഉണ്ട്, നമുക്ക് അതുകൊണ്ടൊരു ടൈം ഉണ്ട്. പിന്നെ 10 മിനിറ്റ് നമുക്ക് തിരിച്ച് കളി പിടിക്കാനൊക്കെ ഒരു ടൈം ഉണ്ട്. പക്ഷെ 3-on-3 അങ്ങനെയല്ല, അപ്പം പെട്ടെന്നുള്ള ഒരു ക്വിക്ക് മൂവ്മെന്റ് ആണ്. നമ്മുടെ പെട്ടെന്ന് ഡിസിഷൻ മേക്കിങ്ങിന്റെ ഒരു കാപ്പബിലിറ്റി കൂടുവാണ്, ക്വിക്ക് ഡിസിഷൻ മേക്കിംഗ് എടുക്കണം. അങ്ങനെയുള്ള കുറെ വ്യത്യാസങ്ങൾ. 5-on-5 എന്ന് പറയുമ്പോൾ 40 മിനിറ്റ് ആയിരിക്കും. 3-on-3 ആണെങ്കിൽ 10 മിനിറ്റ് അല്ലെങ്കിൽ ആദ്യം 21 പോയിന്റ് ഏത് ടീം എടുക്കുന്നോ അവരാണ് വിന്നേഴ്സ്. പിന്നെ അതിന്റെ ബോളിന് കുറച്ച് വെയിറ്റ് കൂടുതലുണ്ട്, സർഫസ് കുറച്ച് വ്യത്യാസമുണ്ട്. പിന്നെ സ്കോറിംഗ് എന്ന് പറയുമ്പോൾ 3 പോയിന്റ് എറിഞ്ഞാൽ 2 പോയിന്റ് ആയിട്ടും 2 പോയിന്റ് എറിഞ്ഞാൽ 1 പോയിന്റ് ആയിട്ടാണ്. പേഴ്സണൽ ഫൗൾ ആയിട്ടില്ല, അതിന് പകരം ടീം ഫൗളാണ്. 7 ഫൗൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ അടുത്ത റൂൾ അങ്ങനെയാണ് വരുന്നത്. 5-on-5 വരുമ്പോൾ പേഴ്സണൽ ഫൗൾ ഉണ്ട്, 3 പോയിന്റ് അതിന് വേറെ റൂളാണ് വരുന്നത്. കഴിഞ്ഞ വർഷം സീനിയർ ഇന്ത്യൻ വിമൻസ് ടീമിന്റെ ഫിബ ഏഷ്യ കപ്പില് ക്യാപ്റ്റൻ ആയിരുന്നു. ടീം ഗെയിംസിലൊക്കെ ആണെങ്കിലും ക്യാപ്റ്റന്റെ ഒരു റോള് പ്രധാനമാണല്ലോ. ക്യാപ്റ്റൻ ആവുമ്പോ എങ്ങനെയായിരുന്നു, അതിന്റെ ഒരു സമ്മർദ്ദം ഉണ്ടായിരുന്നോ? ആദ്യമായിട്ട് ക്യാപ്റ്റൻ ആയതിന്റെ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് അങ്ങനെ ഒരു സമ്മർദ്ദം തരുന്ന രീതിയിലൊന്നും കോ പ്ലേയേഴ്സ് എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ലായിരുന്നു. കാരണം ഞങ്ങൾ 4 പേരെ ആകെ ഉള്ളൂ. നല്ല ഒരു ഫ്രണ്ട്ഷിപ്പ്, ആ ഒരു ബോണ്ട് ഉണ്ടായിരുന്നു. കാരണം 2 മാസമായിട്ട് ഞങ്ങൾ ഒരുമിച്ച് ഒരു അപ്പാർട്ട്മെന്റിൽ താമസിക്കുന്നു, കളിക്കുന്നു. സമ്മർദ്ദം തരത്തിൽ എനിക്കൊന്നും ഇതായില്ല. ഞങ്ങൾക്ക് സന്തോഷം ഉണ്ടായിരുന്നു. നല്ല പെർഫോമൻസ് കൊടുത്താൽ ഞങ്ങൾ അവിടെ നിന്ന് ക്വാളിഫൈ ചെയ്ത് അടുത്തത് പിന്നെ വന്നത് ഓസ്ട്രേലിയയും ന്യൂസിലൻഡും ആയിട്ടായിരുന്നു. എന്നപ്പോൾ ഞങ്ങൾ നല്ലൊരു ടൈറ്റ് മാച്ച് അവരോട് കളിച്ചത്. പക്ഷെ പൊരുതി തോറ്റു എന്ന് വേണേൽ പറയാം. ടീമിലൊക്കെ ചെല്ലുമ്പോൾ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകളെയും പരിചയപ്പെടുന്നുണ്ട്. മറ്റു സംസ്ഥാനങ്ങളിലെ പോലെ തന്നെയാണോ ബാസ്കറ്റ്ബോളിന് കേരളത്തിൽ ഒരു പ്രാധാന്യം ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? കേരളത്തിൽ നിന്നല്ല, ഇന്ത്യയിൽ തന്നെ പൊതുവെ ബാസ്കറ്റ്ബോൾ വളരെ പുറകോട്ടാണ്. ക്രിക്കറ്റും ഫുട്ബോളും ആണ് ആളുകൾ താല്പര്യം വരുന്നത്. ബാസ്കറ്റ്ബോൾ കളിക്കുന്ന ഇപ്പൊ ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ പറയുകയാണെങ്കിൽ അങ്ങനെ ഏതാ തോന്നിയിട്ടുള്ളത്? തമിഴ്നാട് നല്ലൊരു ടീമാണ്. അവര് ഗ്രാസ് റൂട്ട് ലെവൽ തൊട്ട് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതിനായിട്ടുള്ള മാറ്റങ്ങളുണ്ട്. അവിടെ പ്ലേയേഴ്സിന് ഒരു ക്ഷാമമില്ല, പ്ലേയേഴ്സ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. നിരവധി കോളേജ് ടൂർണമെന്റുകളുണ്ട്. പിന്നെ നമ്മൾ ഡിപ്പാർട്ട്മെന്റ് ടീമിൽ കളിക്കുമ്പോൾ പോലും തമിഴ്നാട്ടിലാണ് ഏറ്റവും കൂടുതൽ ടൂർണമെന്റ്. കർണാടക കുഴപ്പമില്ലാത്ത ടീമുകളുണ്ട്. പ്രധാനമായിട്ട് അന്താരാഷ്ട്ര മത്സരങ്ങളിൽ പങ്കെടുത്തത് ഫിബ ഏഷ്യ കപ്പ്, സിംഗപ്പൂർ നടന്നത്, അതുപോലെ നേപ്പാളിൽ നടന്ന സൗത്ത് ഏഷ്യൻ ഗെയിംസിൽ പങ്കെടുത്തിട്ടുണ്ട്. പിന്നെ പ്രീ ക്വാളിഫയേഴ്സ്, ഒളിമ്പിക്സിന് വേണ്ടിയിട്ടുള്ള പ്രീ ക്വാളിഫയേഴ്സ് 2019 മലേഷ്യയിൽ പങ്കെടുത്തിട്ടുണ്ട്. മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വരുന്നവരുമായിട്ട് കളിക്കുമ്പോൾ നമുക്ക് എന്താ ഒരു വ്യത്യാസം തോന്നുന്നത്? അതല്ലെങ്കിൽ നമ്മളെ എങ്ങനെയൊക്കെ മെച്ചപ്പെടുത്താം, അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവില്ലേ? ചിന്തിച്ചിട്ടുണ്ട്. എൻ്റെ ഫസ്റ്റ് ഇന്ത്യ 2019 പ്രീ ക്വാളിഫയേഴ്സ് ഫോർ ഒളിമ്പിക്സ് ആയിരുന്നു. അപ്പോൾ ഒളിമ്പിക്സിന്റെ യോഗ്യതാ മത്സരം ആയതുകൊണ്ട് ഏഷ്യയിലുള്ള ഏറ്റവും നല്ല ബെസ്റ്റ് ടീമുകൾ, എ ഡിവിഷനിൽ കഴിയുന്ന ടീമുകളാണ് അവിടെ മത്സരിക്കുന്നത്. അപ്പോൾ ഇന്ത്യ ആ വർഷം എ ഡിവിഷനിൽ കിട്ടി. അങ്ങനെ നമ്മളവിടെ പങ്കെടുക്കുകയാണ്. മികച്ച ടീമുകളായിരിക്കും, മികച്ച എ ഡിവിഷൻ വരുന്ന മികച്ച ടീമുകളായിരിക്കും. അപ്പോൾ അവിടെ അന്ന് നമ്മൾ എതിരാളികളായിട്ട് കളിക്കുന്നത് ഓസ്ട്രേലിയ, ജപ്പാൻ പോലത്തെ ടീമുകളാണ്. ഫിലിപ്പീൻസ്, തായ്ലൻഡ്, ചൈനീസ് തായ്പേ ഒക്കെ. അവരുടെ ഒരു ഗെയിം സ്റ്റൈല് കാണുമ്പോൾ നമ്മൾ വിചാരിക്കാറുണ്ട് നമ്മൾ കളിക്കുന്നത് ബാസ്കറ്റ്ബോൾ തന്നെയാണോ എന്ന്. കാരണം അത്രയ്ക്കധികം അഡ്വാൻസ്ഡ് ആണ് അവർ കളിക്കുന്നത്. അവരുടെ മൂവ്മെന്റ്സ് ഒക്കെ ഭയങ്കര ഫാസ്റ്റ് ആയിരിക്കും. എല്ലാവർക്കും തന്നെ നല്ല ഹൈറ്റ് ഉണ്ടായിരിക്കും. നമ്മുടെ ഏറ്റവും ഹൈറ്റ് ഉള്ള പ്ലെയറിന്റെ ഹൈറ്റ് ആയിരിക്കും അവിടുത്തെ ഏറ്റവും ഹൈറ്റ് കുറഞ്ഞ ആള്. ബാസ്കറ്റ്ബോളിന് ഇടുന്ന എഫോർട്ട്, ഗെയിമിനോടുള്ള അപ്രോച്ച്, അതെല്ലാം ഭയങ്കര വ്യത്യാസമാണ്. ഇവിടെ KSEB വന്ന ശേഷമാണ് കുറേയധികം ബേസിക് കാര്യങ്ങൾ ബാസ്കറ്റ്ബോളിനെ കുറിച്ച് പഠിക്കുന്നത് തന്നെ. ബിക്കോസ് സ്കൂൾ ലെവൽ അതിൻ്റെതായിട്ടുള്ള ഒരു പറഞ്ഞു തരാൻ ആളില്ല. ദേശീയ മത്സരത്തിന് തയ്യാറെടുക്കുന്നതിൽ നിന്ന് ഒരുപാട് വ്യത്യാസമുണ്ട് അന്താരാഷ്ട്ര മത്സരങ്ങൾക്ക് തയ്യാറെടുക്കുമ്പോൾ? വളരെയധികം വ്യത്യാസമുണ്ട്. കാരണം നമ്മൾ ദേശീയ മത്സരത്തിൽ വരുമ്പം നമ്മളൊരു രാജാവാണ്, റാണിയാണ്, ആ ഒരു മൈൻഡ് ഉണ്ടാവും. നമ്മൾ പക്ഷെ പുറത്തു പോയി കഴിഞ്ഞാൽ നമ്മൾ രാജാവ് പോയിട്ട് ഒന്നും അല്ലായിരിക്കും. അപ്പോൾ നമ്മൾ അതനുസരിച്ച് എഫോർട്ട് ഇടണം. പിന്നെ നല്ല ഫിസിക്കലായിട്ടുള്ള ഇത് വേണം. കാരണം അവരുടെ എന്നൊക്കെ പറഞ്ഞാൽ അവർ ആ ഒരു 365 ഡേയ്സ് ഇതിനെ പ്രൊഫഷണലി തിങ്ക് ചെയ്ത് അങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ അല്ലെങ്കിൽ അവർക്ക് അതിൻ്റെതായിട്ടുള്ള ബന്ധമുണ്ട്. ഇപ്പോൾ പ്ലെയേഴ്സിൻ്റെ ആണെങ്കിലും ഫിസിക്കൽ അപ്പിയറൻസ്, അവരുടെ ഗെയിം നോളജ്, അവരുടെ അപ് ടു ഡേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതെല്ലാം വ്യത്യാസമുണ്ട്. അപ്പം നമ്മൾ പ്രിപ്പയർ ആവുന്നതും അതനുസരിച്ച് വ്യത്യാസമുണ്ട്. പിന്നെ ദേശീയം എന്ന് പറയുന്നത് നമ്മൾ കേരളത്തിനകത്തുള്ള പ്ലെയേഴ്സ്, നമ്മൾ കുറേ വർഷങ്ങളായിട്ട് ഒരുമിച്ച് കളിക്കുന്ന പ്ലെയേഴ്സ് ഉണ്ടാവും. അപ്പം നമുക്കൊരു കോർഡിനേഷനൊക്കെ ഉണ്ടാവും. പക്ഷേ ഇന്ത്യൻ ടീം വരുമ്പം പല സ്റ്റേറ്റിൽ നിന്ന് വരുവാണ്. ഞങ്ങൾ ഒരു സ്ഥിരമായിട്ട് കളിക്കുന്ന കുറച്ച് പ്ലെയേഴ്സ് ഉണ്ടെങ്കിൽ പോലും നമുക്ക് അവരുടെ ഒരു കോർഡിനേഷൻ വേണമല്ലോ. അപ്പോൾ അത് 2-3 മാസത്തേക്കുള്ള ലോങ് ക്യാമ്പൊക്കെ എടുത്ത് 2 ക്യാമ്പ് സ്കെഡ്യൂളൊക്കെ ആക്കി അങ്ങനെ ഗെയിം പ്രാക്ടീസ് മാച്ചൊക്കെ നടത്തി അങ്ങനെയൊക്കെയാണ് നമ്മളെ തയ്യാറാക്കി കൊണ്ടുപോകുന്നത്. ഇപ്പം എത്ര ഭാഷകൾ അറിയാം? എനിക്ക് തമിഴ്, മലയാളം അറിയാം. പിന്നെ ഇംഗ്ലീഷ്, ഹിന്ദി കുറച്ചറിയാം, മനസ്സിലാക്കാം. പക്ഷെ പെട്ടെന്നൊക്കെ തിരിച്ചു പറയാൻ പറഞ്ഞാൽ അത്ര ഫ്ലുവൻസി ഇല്ല. വേർഡ്സ് കന്നഡത്തിൽ
ഫ്രണ്ട്സ് ചുമ്മാ പറഞ്ഞു തന്നിട്ടുണ്ട്, അല്ലാണ്ട് അതിൽ കൂടുതലൊന്നും സംസാരിക്കാൻ അറിയത്തില്ല. സാധാരണ അനീഷയുടെ ഒരു ദിവസം എങ്ങനെയായിരിക്കും? രാവിലെ ഇലക്ട്രിസിറ്റി ബോർഡിലാണ് പ്രാക്ടീസ്. നമ്മുടെ രാവിലെ 6 o'clock കോർട്ടിലെ പ്രാക്ടീസാണ് 6 o'clock തുടങ്ങും. അപ്പോൾ സാറ് 6 o'clock സ്റ്റാർട്ട് ചെയ്യും. അപ്പം നമ്മൾ അതിന് മുന്നേ പോയിട്ട് പ്രീ വർക്കൗട്ട്സ് ആയിട്ടുള്ള ബാൻഡ് എക്സസൈസുകൾ അല്ലെങ്കിൽ നമ്മുടെ ഇൻഡിവിജ്വൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ചെയ്യണം. അത് കഴിഞ്ഞ് നമ്മൾ റെഡിയായി വാmpaയി നിൽക്കണം. സാറ് വന്ന് നമ്മളെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കും. ഓഫീസ് ഉള്ള ദിവസങ്ങളാണെങ്കിൽ സാറ് 8-8:30 ഒക്കെ ആകുമ്പോൾ വിടും. ഓഫീസ് ഇല്ല, നമുക്ക് മാച്ച് ടൈം ആകുമ്പോൾ നമുക്ക് അതിനൊരു 1 week 2 week മുന്നേ ബോഡി നമുക്ക് ഡ്യൂട്ടി ഓഫ് എന്ന് പറഞ്ഞാൽ സാങ്ഷൻ ആക്കി തരും. അപ്പോൾ ഓഫീസിൽ പോകേണ്ട ആവശ്യം വരുന്നില്ല. ആ സമയത്ത് ഇച്ചിരി പ്രാക്ടീസ് ഷെഡ്യൂൾ കുറച്ച് ലോങ് ആയിരിക്കും. പിന്നെ തിരിച്ച് വന്ന് റെസ്റ്റൊക്കെ എടുത്ത് ഈവനിങ് പ്രാക്ടീസ് ഒരു 4:35 5 to 7:30 8 ഒക്കെ എടുക്കാറുണ്ട്. ചില സമയങ്ങളിൽ 7 to 9 ഒക്കെ എടുക്കാറുണ്ട്. കോട്ട് അവൈലബിലിറ്റി പോലെ ഇരിക്കും. ട്രാക്കിലാണെങ്കിൽ ഫിറ്റ്നസ് വർക്കൊക്കെ ആണെങ്കിൽ ഏർലി മോർണിംഗ് ചില സമയങ്ങളിൽ വെക്കാറുണ്ട്. ഭക്ഷണത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കും? ഭക്ഷണം മാക്സിമം ഹെൽത്തി ഫുഡ് കഴിക്കുക, ജങ്ക് ഫുഡ്സ് ഒക്കെ അവോയ്ഡ് ചെയ്യുക എന്നാണ്. പക്ഷേ ഒരു പരിധിവരെയൊക്കെ ശ്രമിക്കാറുണ്ട്. പിന്നെ ഇങ്ങനെ പ്രാക്ടീസ് ഓഫീസൊക്കെ ആയിട്ട് ചില സമയങ്ങളിൽ സാധിക്കാറില്ല. എന്നാലും മാക്സിമം ഈ ജങ്ക് ഫുഡ്സ് ഒഴിവാക്കാൻ ശ്രമിക്കും. പിന്നെ ഈ സോഫ്റ്റ് ഡ്രിങ്ക്സ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കും. പിന്നെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് അതൊക്കെ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കും ഫുഡിൽ. പരിക്കുകൾ എന്തായാലും ഉണ്ടാവും. ഇത്രയും ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു കളിയാണ്. അപ്പോൾ പരിക്കുകൾ വന്നപ്പോൾ എങ്ങനെയാണ് അത് നേരിട്ട്? ആ സമയത്ത് നമുക്ക് കളിക്കാൻ പറ്റില്ല എന്നുള്ളതൊരു പ്രശ്നമാണ്. പരിക്ക് എന്നുള്ളതിനേക്കാളും കളിക്കാൻ പറ്റാത്തതായിരിക്കും അല്ലേ ചിലപ്പോൾ ബുദ്ധിമുട്ടിച്ചിരിക്കുക. അതും പിന്നെ നമ്മളെ ഇങ്ങനെ ജഡ്ജ് ചെയ്യാനിരിക്കുന്ന ആൾക്കാരുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ കേൾക്കാൻ നമുക്ക് കുറച്ച് വിഷമങ്ങൾ വരാറുണ്ട്. പിന്നെ അത് നെവർ മൈൻഡ് എന്നൊക്കെ ആൾക്കാർ പറയുമെങ്കിലും നമ്മുടെ മൈൻഡിൽ ഇടയ്ക്കെങ്കിലും ഒന്ന് കയറും. അതൊരു സത്യമാണ്, നമ്മളത് മറച്ചു വെച്ചിട്ട് കാര്യമില്ല. 11th പഠിക്കുമ്പോൾ എൻ്റെ ആങ്കിൾ അത്യാവശ്യം നല്ല രീതിയിൽ പോയിട്ട് റെസ്റ്റ് കുറച്ച് നാളെടുത്തു. പക്ഷേ അത് വലിയ സങ്കടമായിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം കളിയുടെ ഒരു സീസൺ കഴിഞ്ഞ് 11th പബ്ലിക് എക്സാമിന് സമയമാകാറായപ്പോഴാണ്. അപ്പോൾ എനിക്ക് പഠിക്കാൻ കുറച്ച് സമയം കിട്ടി. പിന്നെ വീട്ടിൽ കുറച്ച് നാൾ ഇരിക്കാൻ കിട്ടി. പിന്നീട് എനിക്ക് ഇന്ത്യൻ ക്യാമ്പിൽ വെച്ച് മുട്ടിനൊരു ഇഞ്ചുറി പറ്റി. പക്ഷെ ഞാൻ അത് വെച്ച് കളിച്ചു. ഇന്ത്യ കിട്ടാൻ തുടങ്ങിയ സമയമായിരുന്നു. അപ്പം കരിയറിൽ ഒരു മോശം വരണ്ട എന്ന് വിചാരിച്ച് ഞാനത് പരിക്ക് വെച്ച് കളിച്ചു. അത് പിന്നീട് grade 1 ആയിരുന്നു, grade 2 കോവിഡ് ടൈം ആയിരുന്നു. അപ്പം എനിക്ക് കളികൾ വലുതായിട്ട് നഷ്ടമായില്ല. ഒരു ഇന്ത്യ നഷ്ടം വന്നു. ക്യാമ്പിൽ പോയിട്ട് ഞാൻ ചെന്ന് അറ്റൻഡ് ചെയ്തിട്ട് ലോഡ് അധികമായിട്ട് എനിക്ക് വീണ്ടും അതിൽ സ്പെല്ലിംഗ് ഒക്കെ ആയി കഴിഞ്ഞപ്പം ഞാനൊരു ലെറ്റർ കൊടുത്ത് പോകുന്നു. അപ്പോൾ അതൊരു കളി നഷ്ടമായെങ്കിലും പിന്നീട് എനിക്കതങ്ങനെ ഓർത്ത് സങ്കടം വരില്ല. കാരണം അന്ന് ഞാൻ അത് ഫോഴ്സ്ഫുള്ളി കളിച്ചിരുന്നെങ്കിൽ ഞാൻ പെട്ടെന്ന് എൻ്റെ കരിയർ സ്റ്റോപ്പ് ചെയ്യേണ്ട ആവശ്യം വന്നേനെ. പിന്നീട് 2024 കഴിഞ്ഞ വർഷം സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് ഒക്കെ കഴിഞ്ഞ് നല്ല പെർഫോമൻസ് ഒക്കെ ചെയ്ത് നിന്ന് ഒരു ദിവസം സ്റ്റെപ്പിൽ നിന്ന് ഇറങ്ങിയതാണ്. മഴയുണ്ടായിരുന്നു. ഞാൻ തെന്നി നടു ഇടിച്ച് വീണ് 1.5-2 മാസം ബെഡ് റിഡൺ ആയിപ്പോയായിരുന്നു. ആ സമയത്തേക്ക് നാഷണൽസും നാഷണൽ ഗെയിംസ് 3-on-3 നാഷണൽസ് എല്ലാം തുടങ്ങി, ലിസ്റ്റിലുണ്ട് പേര്. അപ്പോൾ കളി നടക്കാൻ പോകണം, 1 മാസം കൊണ്ട് നടക്കാം. അപ്പം എനിക്ക് വളരെയധികം സങ്കടമായിരുന്നു. കാരണം ഇത്രയും നല്ലൊരു പെർഫോമൻസ് ഹൈയിൽ നിന്ന സമയത്ത് പെട്ടെന്ന് ഞാൻ ഇഞ്ചുറി ആയിപ്പോയി. അതും കളിച്ചൊരു ഇഞ്ചുറി പോലും അല്ല, തെന്നി വീടൊരു ഇഞ്ചുറി. അങ്ങനെ അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം. ബെഡ് റിഡൺ, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, മൂവ്മെൻറ്റ് പോലും ഇല്ല. അപ്പോൾ ഒരു സ്ത്രീ ബെഡ് റിഡൺ ആവാന്ന് പറയുമ്പോൾ നമുക്ക് പലവിധ കാരണങ്ങളുണ്ട്. ആ സമയത്തൊക്കെ എൻ്റെ ടീംമേറ്റ്സ് എൻ്റെ ഒരു സ്വന്തം സിസ്റ്റേഴ്സിനെ പോലെ എന്നെ നോക്കിയത്, എന്നെ കുളിപ്പിക്കാനും എല്ലാത്തിനും. ഭയങ്കര സങ്കടം. ഒരു ഫസ്റ്റ് 2 weeks ഒക്കെ ഭയങ്കര തോന്നിയെങ്കിലും പിന്നീട് ആലോചിച്ച് ഞാനിങ്ങനെ വിഷമിച്ച് കിടന്നു കഴിഞ്ഞാൽ തിരിച്ച് ഇഞ്ചുറിയിൽ നിന്ന് കയറി വരത്തില്ല. കാരണം നമ്മൾ മനസ്സിന് വേദനിപ്പിച്ച് നമ്മുടെ മൈൻഡിനൊക്കെ അത് എഫക്റ്റ് ആവുകയാണ്. ഒരു 1.5 മാസമാണ് ഡോക്ടറിൻ്റെ അടുത്ത് ബെഡ് റിഡൺ ടൈം പറഞ്ഞിരുന്നത്. ഞാൻ 1 മാസം കൊണ്ട് എണീറ്റ് നടക്കാൻ തുടങ്ങി. അങ്ങനെ വിത്തിൻ 1 മാസം കൊണ്ട് ഞാൻ തിരിച്ച് കോർട്ടിലിറങ്ങി നേരെ ഞാൻ ഇന്ത്യൻ ക്യാമ്പിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഈ നാഷണൽസ് ഒന്നും കളിക്കാത്തതുകൊണ്ട് എനിക്ക് സെലക്ഷൻ കിട്ടില്ല, അങ്ങനെയൊക്കെ ഒരു ചിന്തയിലായിരുന്നിരുന്നത്. പക്ഷേ ദൈവാനുഗ്രഹത്താൽ എനിക്ക് ഇന്ത്യൻ ടീമിലേക്ക് അവർ ഡയറക്റ്റ് ക്യാമ്പിലേക്ക് സെലക്ഷൻ വന്നു. പ്രീവിയസ് കളിച്ചുകൊണ്ടിരുന്ന പ്ലെയർ ആയതുകൊണ്ട് അങ്ങനെ ഞാൻ അങ്ങോട്ട് ചെന്ന് മിസ്സാകും എന്ന് വിചാരിച്ച 3 ഇന്ത്യ ഞാൻ കളിച്ചു. തോക്കും എന്ന് വിചാരിച്ച കളി ജയിക്കുന്നത് അതിന്റെ ഒരു സന്തോഷം പറഞ്ഞു. ഇപ്പൊ ജയിക്കും എന്ന് വിചാരിച്ച കളി നമ്മുടെ കയ്യിൽ നിന്ന് പോയിട്ടും ഉണ്ടാവും. ആ ഒരു സമയം എങ്ങനെയാണ് നിങ്ങൾ കാണാറ്? അതെങ്ങനെയാണ് നിങ്ങൾ റിക്കവർ ചെയ്യാറ്? ഇതെന്റെ അവസാനത്തെ ഗെയിമാണെന്ന് വിചാരിച്ചാൽ കളിക്കാം. നമ്മൾ ഓൾ ഔട്ട് ഇട്ട് കളിക്കുക എന്നാണ് നമ്മൾ പറയുന്നത്. നല്ല രീതിയിൽ എഫേർട്ട് ഉണ്ട്. എല്ലാ കളിയും അങ്ങനെയാണ് കളിക്കുക. ഞാൻ അങ്ങനെയാണ് ചിന്തിക്കുന്നത്. ഇതാണ് നമ്മുടെ അവസാനത്തെ കളി, നല്ല രീതിയിൽ കളിക്കുക. 2023-ലും 2024-ലും മികച്ച കളിക്കാരിക്കുള്ള ഗോൾഡ് മെഡൽ നേടിയിട്ടുണ്ട് സീനിയർ സംസ്ഥാന ചാമ്പ്യൻഷിപ്പിൽ അല്ലെ. ആ ഒരു കളികളെ കുറിച്ചിട്ട് കൂടി ഒന്ന് പറയാമോ? സംസ്ഥാന ചാമ്പ്യൻഷിപ്പിൽ ഞങ്ങൾ ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ആദ്യത്തെ 5 താരങ്ങൾ മെയിൻ ഫൈസും വന്ന് ഇറങ്ങുന്നത് ട്രിവാൻഡ്രത്തിന് വേണ്ടിയാണ് ഇറങ്ങുന്നത്. അത്യാവശ്യം ഒരു 1 സൈഡ് മാച്ചുകളാണ് ഞങ്ങൾക്ക് എല്ലാവരുമായിട്ടും വരാറ്. ഞാൻ ഇന്ത്യക്ക് വേണ്ടി 2024 കൈവശം കളിച്ചപ്പം ന്യൂസിലൻഡ് ടീമോട് ഞങ്ങൾ ടൈറ്റാണ് കളിച്ചത്. ന്യൂസിലൻഡ് വേൾഡിൽ ടോപ്പ് 10 കിടക്കുന്നതാണ്. നമ്മൾ അത്രയും സ്ഥാനത്ത് പോലും പോയില്ല. നമ്മൾ 70 ആ സ്ഥാനത്ത് കിടക്കുന്നതാണ്. ആ വർഷം
ഞങ്ങൾക്ക് ഫൈനൽസ് പാലക്കാട് ജില്ലയ്ക്കെതിരെയായിരുന്നു. പാലക്കാട് ജില്ലയിൽ പോലീസ് ടീമാണ് കളിക്കുന്നത്. 1 സൈഡ് ആയിരുന്നു. 10-30 പോയിന്റ് ഞങ്ങൾ കളി ജയിച്ചു. സന്തോഷം ഉണ്ടായിരുന്നു. പ്ലെയേഴ്സിൻ്റെ നല്ല നല്ല പാസുകളൊക്കെ എനിക്ക് കിട്ടിയതുകൊണ്ടാണ് ഞാൻ നല്ല ബാസ്ക്കറ്റുകളൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റിയത്. അതൊരു ടീം സന്തോഷമാണ്. അത് 2024 ഇതേ പാലക്കാട് ഇട്ടാണ്. പക്ഷെ ഞങ്ങൾ കുറച്ച് ടൈറ്റ് കളിച്ചു. പക്ഷേ ഞാൻ പ്രതീക്ഷിക്കാതെയാണ് എനിക്ക് പെട്ടെന്ന് എന്നെ വിളിച്ച് ജേഴ്സി നമ്പർ 11 എന്ന് പറഞ്ഞ് വിളിച്ച് പറഞ്ഞപ്പോൾ സന്തോഷം. കൂടെ എൻ്റെ പാരൻസ് അന്ന് കളി കാണാൻ സർപ്രൈസ് ആയിട്ട് അവരവിടെ വന്നായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ തന്നെ മോസ്റ്റ് വാല്യുബിൾ പ്ലെയറും എനിക്ക് കിട്ടി. അപ്പോൾ 2 സന്തോഷം കൊണ്ട് എനിക്ക് വളരെയധികം ഒരു ഹാപ്പി മൊമെന്റിൽ നിൽക്കുമായിരുന്നു. ഈ ചിലപ്പോൾ നമ്മൾ ഈ തോക്കുന്നത് ഈ പറഞ്ഞതുപോലെ ഒരു മിസ് ചെയ്ത പാസ് അല്ലെങ്കിൽ കളിക്കളത്തിൽ വെച്ചിട്ട് ആരോടെങ്കിലും ദേഷ്യപ്പെടുവോ അല്ലെങ്കിൽ ആരെങ്കിലും ഇങ്ങോട്ട് ദേഷ്യപ്പെടുവോ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടോ? വഴക്ക് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മൾ കളിയുടെ സമയത്ത് എൻ്റെ ഒരു പോളിസിയാണ്, കളിയുടെ സമയത്ത് നമ്മൾ 4 വരയ്ക്കാതെ നമ്മുടെ എതിര് വന്ന് നിൽക്കുന്ന നമ്മുടെ പാരൻസ് ആണ് എപ്പോഴും നമ്മൾ എതിരാളികളാണ്. അവിടെ അമ്മ, അച്ഛൻ, ചേട്ടൻ, ചേച്ചി അങ്ങനെ ഒന്നും ഇല്ല. നമ്മുടെ ടീം ജയിക്കാൻ വേണ്ടി കളിക്കുക. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഞാനെന്ന ഇച്ചിരി ഡിഫൻസ് ഉഴപ്പിയെടുക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എൻ്റെ കൂടെയുള്ള കുട്ടി ഒഫൻസ് നന്നായിട്ട് പഠിക്കത്തില്ല. ഞാൻ ഇച്ചിരി ടൈറ്റ് ആയിട്ട് അവളെ ഇങ്ങനെ ഇറുക്കി പിടിച്ച് ഡിഫൻസ് എടുത്താലേ ഉള്ളൂ അവളും പഠിക്കും ഞാനും പഠിക്കും. അപ്പം നമ്മൾ രണ്ടും പഠിച്ചാലേ ടീം വളരത്തുള്ളൂ. വഴക്ക് പറയുന്നതൊക്കെ ആ സെൻസിൽ അങ്ങ് എടുക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഉണ്ടാവില്ല. പക്ഷെ ഗെയിമിൻ്റെ ആ 4 വരയ്ക്കകത്ത് കയറി കഴിഞ്ഞാൽ ഒന്നുമല്ല, നമ്മൾ ടീംമേറ്റ്സ് ആണ്. എനിക്കെന്നല്ല, ഒരു സ്പോർട്സ് പ്ലെയേഴ്സ് അത് മഞ്ഞ് വെക്കാൻ പാടില്ലെന്നാണ് എൻ്റെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് എന്ന് പറയുന്നത് തന്നെ അതാണല്ലോ. അനീഷയ്ക്ക് ബാസ്കറ്റ്ബോൾ അല്ലാതെ താല്പര്യമുള്ള കളി ഏതാണ്? എനിക്ക് ഫുട്ബോൾ, വോളിബോൾ താല്പര്യമുണ്ട്. ബാസ്കറ്റ്ബോളിലാണെങ്കിൽ ഈ റോൾ മോഡൽ ഇന്ത്യയിൽ നിന്ന് ആദ്യമായിട്ട് വിദേശ ഒരു ക്ലബിന് വേണ്ടി കളിക്കാൻ പോയ ഗീതു അന്ന ജോസ് എന്ന് പറഞ്ഞ എൻ്റെ സ്കൂളിലെ എക്സ് സ്റ്റുഡൻ്റ് ആയിരുന്നു. ഫോട്ടോസൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ട്. അപ്പോൾ ചേച്ചിനെ കാണുമ്പോൾ നമ്മൾ വളരെ ആകാംക്ഷയോട് ഇങ്ങനെ ഒരു നിന്നിട്ടുണ്ട്. 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ സ്കൂളിലൊരു ഓൾ ഇന്ത്യ ടൂർണമെൻ്റ് ഉണ്ട്. അവിടെ മുന്നിരുന്നിരുന്ന് ഒരു പ്രഥമാധ്യാപികയുടെ ഒരു മെമ്മോറിയലായിട്ട്. അപ്പോൾ ആ മെമ്മോറിയൽ ടൂർണമെൻറ്റ് ഞാൻ 4ൽ പഠിക്കുമ്പോൾ ഈ ചേച്ചിയാണ് അന്ന് സദേൺ റെയിൽവേക്ക് വേണ്ടി കളിക്കുകയാണ്. ചേച്ചി ഇങ്ങനെ ഇന്ത്യക്ക് വേണ്ടി കളിക്കുകയാണ്. എനിക്ക് ഇന്നും ഓർമ്മ, ഒരു ബ്ലൂ സാരിയൊക്കെ കൊടുത്ത് മെലിഞ്ഞൊരു ഹൈറ്റ് ഉള്ളൊരു ചേച്ചി. അപ്പം ഞാൻ ഇങ്ങനെ വിചാരിച്ചു ഈ ചേച്ചിനെ പോലെ ഒരു നാട് എന്തെങ്കിലും വരണം എന്നങ്ങനെ വിചാരിച്ചു. ഇത് ചേച്ചി ഭയങ്കര ഒരു റോൾ മോഡൽ പോലെയായിരുന്നു. എൻ്റെ സീനിയർ പ്ലെയേഴ്സ് എനിക്ക് ഓരോരോ കാര്യത്തിനും റോൾ മോഡൽസ് ആയിട്ടുള്ളവരുണ്ട്. ഓരോരുത്തരുടെ നിന്ന് ഓരോന്ന് എന്തെങ്കിലുമൊക്കെ പഠിക്കാനുണ്ടാവും. അവരുടെ ഗെയിം സ്റ്റൈലായിരിക്കാം, അവരുടെ ഗെയിമിനുള്ള ആറ്റിറ്റ്യൂഡായിരിക്കാം, അവരുടെ ജൂനിയർ പ്ലെയേഴ്സിനുള്ള ആറ്റിറ്റ്യൂഡായിരിക്കാം. പിന്നെ സ്കൂളിൽ പോയോ? ഈ വർഷം തന്നെ ഗസ്റ്റായിട്ട് വിളിച്ചു. എനിക്ക് ഭയങ്കര സന്തോഷം. ചെന്നപ്പോൾ ഞാൻ ഇങ്ങനെ കളിച്ച് നടന്ന ഒരു കോർട്ടാണല്ലോ എന്നിങ്ങനെ എന്ത് ചെയ്തു. അപ്പം ഞാൻ ഇങ്ങനെ മിസ്മാരെടുത്ത് പറഞ്ഞു, ഞാൻ ഇതുപോലെ അന്ന് ആഗ്രഹിച്ചായിരുന്നു ഇതുപോലെ ഇവിടെ വരുന്നത്. ഇപ്പം മിക്കവരും സമൂഹ മാധ്യമങ്ങളിൽ വളരെ സജീവമായിട്ട് നിൽക്കുന്നവരുണ്ടാവും. പോസിറ്റീവും ഉണ്ട്, നെഗറ്റീവും ഉണ്ട്. അപ്പം അതിന്റെ നെഗറ്റീവ് കാരണം ചിലപ്പോൾ താല്പര്യം ഇല്ല എന്ന് വിചാരിച്ച് നിൽക്കുന്ന ആൾക്കാരുണ്ടാവും. എങ്ങനെയാണ് സമൂഹ മാധ്യമങ്ങളിൽ ആക്ടിവിറ്റിയൊക്കെ? ഇടയ്ക്ക് കുറച്ച് ആക്റ്റീവ് ആവും, ഇടയ്ക്ക് ആക്റ്റീവ് അല്ലാതാവും. അത്യാവശ്യം എല്ലാ സമൂഹ മാധ്യമങ്ങളിലും ആക്റ്റീവാണ്. പോസിറ്റീവും ഉണ്ട്, നെഗറ്റീവും ഉണ്ട്. ഇപ്പോഴത്തെ കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു ബാസ്കറ്റ്ബോൾ വളരാനൊക്കെ നമ്മളിതിൽ ഇട്ടാലേ കാര്യമുള്ളൂ. കാരണം 4 വീഡിയോസ് ഇട്ടാൽ അല്ലെങ്കിൽ കളീനെ കുറിച്ചൊക്കെ ഇട്ടാൽ ആൾക്കാർ വന്ന് കാണത്തുള്ളൂ. അതേ ഉലകം അല്ലെങ്കിൽ അതേ ജീവിതം എന്ന് പറഞ്ഞ് ഇത് ചെയ്യരുത്. നമ്മൾ തന്നെ ലിമിറ്റ് വെച്ച് യൂസ് ചെയ്യുക. കൂടുതൽ പേര് ബാസ്കറ്റ്ബോൾ കളിക്കണം, ബാസ്കറ്റ്ബോളിലേക്ക് വരണം എന്നൊക്കെയാണല്ലോ ആഗ്രഹം. അപ്പൊ അതിന്റെ ഒരു പ്രചരണത്തിനായിട്ട് സ്കൂളുകളിലോ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രവർത്തനമൊക്കെ നടത്താറുണ്ടോ? ബാസ്കറ്റ്ബോളിൽ നിന്ന് ഇല്ലെങ്കിൽ പോലും സ്പോർട്സിലേക്ക് വരണമെന്ന് താല്പര്യമുണ്ട്. പക്ഷെ പേരൻസ് കഴിക്കുന്ന സ്പോർട്സ് പറഞ്ഞാൽ ജോലി കിട്ടുമല്ലോ എന്നാണ്. പക്ഷെ അങ്ങനെ തെറ്റിദ്ധാരണ മാറ്റണം. കാരണം എല്ലാവർക്കും ജോലി കിട്ടുന്നൊന്നും പറയാൻ പറ്റത്തില്ല. സ്പോർട്സ് ഇവനിലേക്ക് വരിക, സ്പോർട്സ് വരുമ്പോൾ തന്നെ നമുക്കൊരു ലൈഫിലൊരു അച്ചടക്കവും ഒരു കൃത്യതയൊക്കെ വരുമല്ലോ. ഇപ്പം എന്ന് പറഞ്ഞാൽ നിരവധി കുറേ ഡ്രഗ് കേസുകളൊക്കെ ഭയങ്കരമായിട്ട് കേരളത്തിൽ വരുമ്പം അതിൽ നിന്നൊക്കെ നമുക്കൊരു മാറ്റം, അങ്ങോട്ടൊക്കെ ആ തെറ്റുകളിലേക്ക് പോകാതെ നമുക്കൊരു ചിട്ടയായ ലൈഫ് നമുക്ക് കിട്ടുകയാണ്. പിന്നെ അതിലുപരി നമുക്ക് ജീവിതത്തിലൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ അത് നേരിടാനുള്ളൊരു ധൈര്യം ഉണ്ടല്ലോ. നമ്മൾ ആ കോർട്ടിൽ നേരിടുന്ന അതേ പ്രഷർ സിറ്റുവേഷൻസ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യുവാണ്, നമ്മൾ ആ ഒരു പതറിപ്പോകാതെ നമ്മൾ എങ്ങനെയെങ്കിലും തിരിച്ച് കയറി വരാൻ തരും. അവിടെ തോൽവിയും ഉണ്ട്, ജയവും ഉണ്ട്. തോറ്റു കഴിഞ്ഞാൽ തിരിച്ച് കയറി വരാനുള്ളൊരു നമുക്കൊരു മോട്ടിവേഷനാണ്. ബാസ്കറ്റ്ബോൾ എന്നല്ല, എന്തെങ്കിലുമൊക്കെ വരിക. കോളേജ് അല്ലെങ്കിൽ സ്കൂൾ ടൂർണമെന്റ്സ്, കോർട്ട് ഇനാഗുറേഷനൊക്കെ വിളിക്കുമ്പം സ്കൂളിലെ പിള്ളേരുടെ പറയാറുണ്ട് എന്തെങ്കിലും ഒരു സ്പോർട്ട് ഇവന്റുകളിലേക്കൊക്കെ വരണം. പിന്നെ പഠിത്തവും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം സ്പോർട്സിൽ കഴിഞ്ഞാൽ പിന്നെ പഠിത്തം ഇമ്പോർട്ടൻ്റ് അല്ലാതെ ചിന്തിക്കുന്നവരും ഉണ്ട്. അങ്ങനെയല്ല, നമ്മുടെ പഠിത്തം നമ്മുടെ വലിയൊരു വെപ്പണാണ് കയ്യിലിരിക്കുന്നത്. വിദ്യ എന്ന് പറഞ്ഞാൽ അതിങ്ങനെ നമ്മളെ ഏറ്റവും കൂടുതൽ നമ്മൾ എത്രത്തോളം നമ്മൾ പഠിക്കുന്നു അതനുസരിച്ച് നമുക്കിങ്ങനെ കൂടുകയാണല്ലോ. ഇപ്പോൾ അനീഷ കാണുന്ന സ്വപ്നം എന്താണ്? ഇപ്പം കാണുന്നത് ഏറ്റവും പ്രൈം ഇപ്പം നിൽക്കുന്നത്, ഞങ്ങൾ ഇന്ത്യൻ റെയിൽവേസിനെ തോൽപ്പിച്ചിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ 2017 കേരളം വിൻ ചെയ്തു ദേശീയ ചാമ്പ്യൻഷിപ്പ്. പക്ഷെ സെമി ഫൈനലിൽ തെലങ്കാന ടീമാണ് ഇന്ത്യൻ റെയിൽവേസിനെ തോൽപ്പിച്ച്. അങ്ങനെ തെലങ്കാന ഫൈനൽസിൽ വന്നിട്ട് കേരളം തെലങ്കാനയായിട്ട് കളിച്ച് നമ്മൾ വിൻ ചെയ്യുമായിരുന്നു. നമ്മൾ ഇന്ത്യൻ റെയിൽവേസിനെ കയറി തോൽപ്പിച്ചിട്ടില്ല.
അതൊന്ന് തോൽപ്പിക്കണം. കാരണം ഇന്ത്യൻ റെയിൽവേസുമായിട്ട് നമ്മൾ നിരന്തരമായിട്ട് ഫൈനൽസ് വരും, നമ്മളിതുപോലെ 5-10 പോയിന്റ് കളി തോറ്റിട്ട് വരും. ജനുവരി നടക്കുന്ന ദേശീയ ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്യണം, ഇന്ത്യൻ റെയിൽവേസിനെ തോൽപ്പിക്കണം, കേരളമാണ് മികച്ചതെന്ന് കാണിക്കണം. അതാണ് ഏറ്റവും വലിയൊരു സ്വപ്നം. പിന്നെയെന്ന് പറഞ്ഞാൽ എനിക്ക് വിദേശത്ത് പോയി കളിക്കണം എന്നൊക്കെ താല്പര്യമുണ്ട്. അടുത്ത ഏത് മത്സര വരാനിരിക്കുന്നത്? ദേശീയ ചാമ്പ്യൻഷിപ്പാണ് വരുന്നത്. അതിന്റെ ക്യാമ്പ് താമസിക്കാൻ തുടങ്ങുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇലക്ട്രിസിറ്റി ബോർഡിന് വേണ്ടിയുള്ള ഓൾ ഇന്ത്യ ടൂർണമെന്റുകൾ വരുന്നുണ്ട്. ഏഷ്യൻ ഗെയിംസ് അടുത്ത വർഷം വരും എന്ന് പറഞ്ഞ് സ്കെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ബാസ്കറ്റ് ബോളിന് ഇന്ത്യക്ക് എൻട്രി ഉണ്ടോ എന്ന് അറിയില്ല. കാരണം നമുക്ക് അങ്ങനെ വലിയ വലിയ ചാമ്പ്യൻഷിപ്പുകൾ ബാസ്കറ്റ് ബോളിൽ ഇല്ല. ഈ ഏഷ്യൻ ഗെയിംസും കോമൺവെൽത്തും ഫിബ ഏഷ്യ കപ്പൊക്കെയാണ് നമുക്കുള്ളത്. അതും ഓൾട്ടർനേറ്റീവ് ആയിട്ടാണ് വരുന്നത്. അപ്പം നമ്മൾ ഈ ചാമ്പ്യൻഷിപ്പുകളൊക്കെ പങ്കെടുത്താലേ പ്ലേയേഴ്സിനൊരു എക്സ്പോഷർ കിട്ടത്തുള്ളൂ കളിക്കാൻ. ഒരുപാട് രാജ്യങ്ങൾ കണ്ടു അല്ലെ? നേപ്പാൾ പോയി, മലേഷ്യ പോയി, ചൈന പോയി, സിംഗപ്പൂർ പോയി. ഇവിടെയൊക്കെ ചുറ്റിക്കറങ്ങാനൊക്കെ സമയം കിട്ടാറുണ്ടോ? ഈ വളരെ കുറച്ചായിരുന്നു പോയിട്ടുള്ളത്. സിംഗപ്പൂർ അത്യാവശ്യം പോയി എന്നാണ് പറയാം. 3 വട്ടം പോയത് കൊണ്ട് ആദ്യത്തെ വട്ടം പോയി കുറച്ചധികം ചുറ്റി. 2ാമത്തെ വട്ടം പോകാനേ പറ്റി. 2024 കളിയായിരുന്നു. ഞങ്ങൾ അത്രയും ക്വാളിഫൈ ഒക്കെ പോയിക്കൊണ്ട് റെസ്റ്റേ ഇല്ലാതെ കളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. 25 വലുതായിട്ടൊന്നും പോയില്ല. നമ്മുടെ രാജ്യത്തെ പ്രതിനിധീകരിച്ച് ഒരുപാട് കളികൾ കളിക്കാൻ സാധിക്കട്ടെ. ഇനിയും ഒരുപാട് രാജ്യങ്ങൾ സന്ദർശിക്കാൻ സാധിക്കട്ടെ. ഇതുപോലെ തന്നെ ഇത് കേൾക്കുന്നവർക്ക് മത്സരങ്ങളിലേക്ക് വരാനുള്ള ഒരു താല്പര്യം കൂടി ഉണ്ടാവട്ടെ. എല്ലാവിധ ആശംസകളും. താങ്ക് യു. അനീഷ ക്ലേറ്റസുമായുള്ള അഭിമുഖമാണ് കൂട്ടുകാരിയിൽ ഇതുവരെ കേട്ടത്. അനീഷ ക്ലേറ്റസുമായി സംസാരിച്ചത് ഐശ്വര്യ. നിർവഹണം ഐശ്വര്യ. നിർവഹണ സഹായം അജിത അരവിന്ദ്. കൂട്ടുകാരി.